ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗായ്സ്. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ സാംസങ് അവരുടെ ബ്രാൻഡ് ന്യൂ ഫോണായ സാംസങ് ഗാലക്സി S25 Ultra അവർ അയച്ചു തന്നിരിക്കുകയാണ്. സോ നിങ്ങൾക്കറിയാം, ഇക്കഴിഞ്ഞ 21-ാം തീയതി ആയിരുന്നു നമ്മളുടെ സാംസങ്ങിൻ്റെ ലോഞ്ച് S25 Ultrയുടെ. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവരുടെ ക്രിയേറ്ററാണ്, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അവരുടെ സാംസങ് ക്രിയേറ്ററാണ്, എസ്പെഷ്യലി നമ്മുടെ ഗെയിമിംഗ് ക്രിയേറ്ററും കൂടിയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് അവർ നമുക്ക് അയച്ചെന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മളുടെ സാംസങ് ഗാലക്സി S25 Ultra. സോ നമ്മളിന്ന് ഇതിൻ്റെ ഒരു അൺബോക്സിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ അറിയാലോ, ഈ കിങ് ഓഫ് ആൻഡ്രോയിഡ് ഫോണാണ് നമ്മുടെ സാംസങ് ഗാലക്സി S25 Ultra. അവർ S24 സീരീസും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നായിരുന്നു. അവരിന് പുതിയ പ്രൊഡക്റ്റ് ഒക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് അയച്ചു തരണതായിരിക്കും അവരുടെ കോൺട്രാക്ട് ഉള്ളിടത്തോളം കാലം. സോ എന്തായാലും സാംസങ് ഗാലക്സി S25 Ultrയുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളെന്തായാലും അത് കണ്ടിട്ട് വാ ഗൈസ്. സോ നമ്മുടെ ബ്രാൻഡ് ന്യൂ സാംസങ് ഗാലക്സി S25 Ultra നമ്മളുടെ കയ്യിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു ഫോൺ അൺബോക്സ് ഇങ്ങനെ ചെയ്യണത്. കാരണം വീഡിയോ ഒക്കെ ആയിട്ട് സംഭവിച്ചാൽ ഇതൊരു പ്രീമിയം ലുക്ക്, ഗ്ലാസ് ലുക്കാണല്ലോ. പിന്നെ സാംസങ് എന്ന് പറയുമ്പോൾ ഇവിടെ കിടക്കുന്ന കമ്പനിയാണല്ലേ. സോ ആദ്യമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പൊളിച്ചിട്ട് അൺബോക്സ് ചെയ്യണം കേട്ടോ. സോ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അത്. സോ ഇങ്ങനെ നമുക്ക് പൊളിക്കുമ്പോൾ അറിയാലോ, ബോക്സ് ഒക്കെ സിമ്പിൾ ബോക്സ് കിട്ടും, വലിയ ഇതൊന്നുമില്ല, വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. സോ ഫോൺ കണ്ടപ്പോൾ തന്നെ ഒരു രക്ഷയില്ല, കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്ക്, അറിയാലോ സാംസങ് ആണ്. സോ ബാക്കിൽ തന്നെ നമ്മുടെ ടൈറ്റാനിയം ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. സോ ഒരു രക്ഷയില്ല. പിന്നെ ഉള്ളിൽ നമ്മുടെ മറ്റേ ബോക്സ് ഉണ്ടല്ലോ, യൂസർ മാനുവലും അതുപോലെ തന്നെ ചാർജർ, പിന്നെ സിമ്മിൻ്റെ വെച്ച പിന്നും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. ജസ്റ്റ് അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സോ ഫോൺ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ടിപ്പുണ്ട് കാണുമ്പോൾ തന്നെ, നൈസാണ്. എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. യൂസർ മാനുവൽ ഇതൊന്നും ഞാൻ വായിച്ചു നോക്കാറില്ല, നിങ്ങൾ വായിച്ചു നോക്കാറുണ്ടോന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഉണ്ട്, അതൊരു സൈഡിലിരിക്കട്ടെ. സോ ഫോൺ നമുക്ക് കൈക്കെടുക്കുക. ആദ്യമായിട്ട് ഒരു ഫോൺ ഇങ്ങനെയൊക്കെയാണ് എടുക്കണത്. ഇത് തുറക്കുമ്പോൾ തന്നെ പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊളിക്കണത്, അത് വേറെ കാര്യം. സോ ഇങ്ങനെ എടുത്ത് നമ്മുടെ സ്ക്രീൻ അങ്ങോട്ട് ഇതാക്കുമ്പോൾ വാവ്, വാട്ട് എ ഫീലിംഗ്. സോ നൈസായിരുന്നു എക്സ്പീരിയൻസ്. സോ നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്നിട്ടാട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്, വേറെ സ്റ്റുഡിയോയും കാര്യങ്ങളൊന്നുമില്ല. സോ സൈഡും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. S Pen ഉണ്ട്, അതുപോലെ തന്നെ ചാർജിങ് പോർട്ട്, സൈഡിൽ നമ്മുടെ പവറിൻ്റെ വോളിയത്തിൻ്റെ ഒക്കെ ബട്ടൺ, എല്ലാ ഫോണിലുള്ള പോലെ തന്നെ സ്പീക്കർ, ക്യാമറ, ഒരു പ്രീമിയം ക്ലാസ് ലുക്ക് കിട്ടോ. സംഭവം നൈസായിട്ടുണ്ട്, കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നല്ലേ. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തോ. സോ നൈസ് തന്നെയാണ്. നമുക്ക് എന്തായാലും സ്വിച്ച് ഓൺ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. സോ കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ ഒന്ന്, അത് കഴിഞ്ഞിട്ടാണ് സ്വിച്ച് ഓൺ ആയത് കേട്ടോ. എന്താ സംഭവം അറിയില്ല, ഞാൻ പിടിച്ച് വെച്ചില്ലാണ്ട് തോന്നുന്നുണ്ട്. സോ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. സാംസങ് ഗാലക്സി S25 Ultra എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് ഗൈസ്. സോ ഓണായി. ആൻഡ്രോയിഡ് സാധനം വന്നു, സ്റ്റാർട്ട് വന്നിട്ടുണ്ട് സാധാ പോലെ തന്നെ കേട്ടോ. സോ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ അൺബോക്സിംഗ് എന്ന് പറയുമ്പോൾ കേട്ടോ. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മുടെ സാംസങ് ഗാലക്സി S25 Ultra നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. സോ ഗൈസ്, ഇപ്രാവശ്യം നമ്മുടെ സാംസങ് ഒന്നുകൂടി ഒന്ന് പ്രീമിയം ലുക്ക് കൂട്ടിയ പോലുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെയിറ്റ് കുറവാണ് കേട്ടോ, കുറച്ച് വെയിറ്റ് കുറവുള്ള പോലെ ഫീൽഡ് കമ്പയറിംഗ് ടു സാംസങ് ഗാലക്സി S24 Ultra. പിന്നെ നമ്മുടെ എഡ്ജസ് ഒക്കെ കെർവിങ് ആണ് വന്നിരിക്കുന്നത്. മുമ്പൊക്കെ ഇങ്ങനെ കൂർപ്പായിട്ട് വന്നായിരുന്നു മോനം പോലെ, ഹാർഡായിട്ട്. സോ ഇപ്രാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് കെർവ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലേക്ക് ഇപ്രാവശ്യം മൂടത്ത കൂർപ്പിച്ച പോലുണ്ടല്ലോ, അത് ഇങ്ങോട്ടും ഉണ്ട്, എഡ്ജസ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സോ മുമ്പ് ഇവിടെ കെർവ്ഡ് ആയിരുന്നു, ഇപ്പോൾ ഇവിടെ കെർവ്ഡായി. ഇവിടെ മുമ്പ് മറ്റോണായിരുന്നു, എഡ്ജസ് ആയിരുന്നു, ഇവിടെ അത് കൊണ്ടുവന്നു ഇപ്പോൾ. സോ അതാണ് മെയിൻ ചേഞ്ചസ് പുറത്തെനിക്ക് കാണാനുള്ളത്. പിന്നെ S Pen കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റ് തന്നെയാണ്. അതൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ കുറേ ഫീച്ചേഴ്സ്, AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടുത്താം. ഇപ്പം ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ എന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ എനിക്ക് എൻ്റെ ഒരു ഇതിൽ കിട്ടില്ല, ഒരു പ്രീമിയം ലുക്ക്, ഐഫോണിൻ്റെ ഒരു അച്ഛനെ പിടിക്കുമ്പോൾ ഒരു ഇതുണ്ട്, കംഫർട്ട് സോൺ ഉണ്ട്. ഇപ്പോൾ അതിന് ലൈറ്റ് വെയിറ്റ് ചെയ്ത് നന്നായി. സോ യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യട്ടോ, നമ്മുടെ സാംസങ്ങിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ സാംസങ് ഫാനാണോ ഐഫോൺ ഫാനാണോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യ്. സോ S24 കുറേ നാൾ ഉപയോഗിച്ചു, നല്ല ഫോണാണ്. എനിക്കിതുവരെ നെഗറ്റീവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ, അൺടിൽ നൗ. ഓക്കെ, സോ ഇനി നമ്മളുടെ സാംസങ് ഗാലക്സി S25ൻ്റെ കാലാണ്. സോ ഇത് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. സോ നമുക്കിപ്പോൾ എന്തായാലും സാംസങ്ങിൻ്റെ കോൺട്രാക്റ്റ് 1 വർഷം കൂടി ഞാൻ സൈൻ ചെയ്തിട്ടുള്ളത്. സോ അത് കഴിയുമ്പോൾ ഒരു സൈൻ ചെയ്യിച്ച് കഴിഞ്ഞാൽ നമ്മൾ S24ൻ്റെ സീരീസും അല്ല S26ൻ്റെ സീരീസും കൊണ്ടുവരുന്നതായിരിക്കും. എന്തായാലും ഗൈസ്, സാംസങ്ങിക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട്. സാംസങ് ഗാലക്സി S25 Ultra എങ്ങനെയുണ്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. സോ ഇതിൻ്റെ കൂടുതൽ AI ഫീച്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യാമറ ടെസ്റ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. സോ എന്തായാലും ആ വീഡിയോയിലൊക്കെ കാണാം ഗൈസ്. സോ അതുവരയ്ക്കും
ബൈ.